ഹലോ നമസ്കാരം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഹോൾ മസാലകളായിട്ടുള്ള കറുവപ്പട്ട, അതുപോലെ സാജീരകം, പെരിഞ്ജീരകം, ഗ്രാമ്പു, ഒരു ഏലക്ക ഇതൊക്കെ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇതുപോലെ ചോപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും 2 മീഡിയം സൈസ് സവോള ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരു 2-3 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഞാൻ വലിയൊരു ക്യാരറ്റും അതുപോലെ കുറച്ച് ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസാണ് കേട്ടോ, കുറച്ച് അതുപോലെ തന്നെ ബീൻസ്, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുമ്പോഴേക്കും ഒരു ചെറിയൊരു തക്കാളിയാണ്, അതിൻ്റെ കുരുക്കളൊക്കെ മാറ്റിയതിന് ശേഷം ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് അടച്ച് വേവിച്ച് വെക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 4 മുട്ടയാണ് കേട്ടോ. 4 മുട്ട അതിനകത്തേക്ക് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കണം. ആദ്യമേ ഒന്ന് ഉടച്ച് വെക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. ഞാനങ്ങനെ ചെയ്തില്ല, ഡയറക്റ്റാണ് ആഡ് ചെയ്തത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ കുറച്ച് ഉപ്പ് ഞാൻ ഈ വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതും കൂടി ആയി. ഒന്ന് മുട്ട ഒഴിച്ചിട്ട് അപ്പം തന്നെ ഇളക്കാതെ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 5-10 സെക്കൻഡ് അവിടെ വെച്ചേക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കംപ്ലീറ്റ് ഡ്രൈ ആക്കണ്ട. അതിലിടക്ക് തന്നെ ഞാൻ നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് റെഡിയാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.